ഇനി നമ്മൾ മാത്രം എന്തിനാണ് ഈ ഒരു ട്രെൻഡിലൊരു മാറ്റം വരുത്തുന്നത്? അങ്ങനെ അവസാന ഘട്ടം ഇതാ ക്രെറ്റയിലും കണക്റ്റഡ് ടെയിൽ ലാമ്പ് വന്ന് തുടങ്ങിയിട്ടാണ്. ഒരു എൽ ഷേപ്പിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. TFT ക്ലസ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് ആരെയും ഓർമ്മ വരുന്നില്ലേ? അതിൻ്റെ ആ ഒരു സ്പീഡോമീറ്ററും അതേപോലെ തന്നെ RPM മീറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാട്ടെ. മാറ്റങ്ങളൊക്കെ വരുത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. എന്നാലേ നമ്മൾ ആ ഒരു പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. കാഞ്ഞങ്ങാട് ആപ്കോ ഹുണ്ടായിയുടെ ഷോറൂമിലാണ് കേട്ടോ നമ്മൾ കറക്റ്റ് കാണാൻ വേണ്ടി വന്നത്. വണ്ടി അകത്തുണ്ട് കേട്ടോ, വന്ന് കയറിയതേ ഉള്ളൂ. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ അകത്ത് കാണാനുണ്ട്. എന്തായാലും അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറ്റുന്ന പോലെ നോക്കാം കേട്ടോ. നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് അകത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള പുതിയ ക്രെറ്റ. ഇപ്പോൾ നേരിട്ട് കാണുന്ന സമയത്താണ് മനസ്സിലായത് ഓരോ പീസിലും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പഴയ ക്രെറ്റയുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണാനില്ല. എല്ലാ പീസിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹുണ്ടായി ഏത് വാഹനം കൊണ്ടുവരുന്ന സമയത്തും പുതിയൊരു കളറും കൂടി അതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറാണ്. അപ്പോൾ വണ്ടിയുടെ ഓരോ എലമെൻറ്റും നമുക്ക് എങ്ങനെയാണെന്നതിൽ നോക്കാം. ഫ്രണ്ട് ഗ്രില്ല് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷോട് കൂടിയിട്ട് വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ ലോഗോൻ്റെ താഴത്തായിട്ടൊരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രില്ലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കണക്റ്റഡ് LED DRL ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ബമ്പറിലാണ് കേട്ടോ ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. 2 എലമെൻ്റ് ആയിട്ടാണ് കേട്ടോ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ഒരു സ്കിപ്പ് ലൈറ്റ് സിൽവറിൽ കാണാനുണ്ട്. സ്കിപ്പ് ലൈറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫ്രണ്ട് സെൻസറും കൂടി കാണാനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഏച്ച് കെട്ടൽ കാര്യങ്ങളൊക്കെ നമുക്കൊരു പുതിയ മോഡലിൽ തോന്നാറുണ്ട്. പക്ഷേ ക്രെറ്റേൻ്റെ കാര്യത്തിൽ വന്ന ഒരു മോഡലും നമുക്കൊരു മനസ്സിന് മടുപ്പ് തോന്നിക്കാത്ത രീതിയിലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് കാണാനുള്ളത്. ഫ്രണ്ട് വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു കളറും കൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു ഗ്രീൻ കളറാണ് ഈ ഒരു വണ്ടിയുടെ കളറ്. ഫീച്ചേഴ്സൊക്കെ വാരി നിറച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കളർ ഞാൻ നിങ്ങളെ അടുത്തുനിന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. അത് നിങ്ങൾ കാണണം. ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത്. ഇത് വണ്ടി നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ആ ഒരു ശരിക്കും അതിൻ്റെ ഒരു ഫീല് അറിയാൻ പറ്റും കേട്ടോ. ബോണറ്റിലും സൈഡ് പെൻഡറിലൊക്കെ ചെറിയൊരു ക്യാരക്ടർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് സൈഡ് പെൻഡറിലായിട്ട് നമുക്കൊരു ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാനുണ്ട്. പിന്നെ അലോയ് വീലിൻ്റെ കാര്യത്തിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു അലോയ് വീലാണ്. ഡയമണ്ട് കട്ടിൻ്റെ പീസാണ് ഈ കാണുന്നത്. 17 ഇഞ്ചാണ് കേട്ടോ വീൽ സൈസ് വരുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു അലോയാണ് കേട്ടോ ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുള്ളത്. ഇനി സൈഡ് മിററിലേക്ക് നോക്കുന്ന സമയത്ത് അതിലൊരു ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ഒരു 360 ഡിഗ്രി ക്യാമറയും കാണാനുണ്ട്. കൂടാതെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാനും പറ്റുന്ന ഒരു മിററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാണ്ട് 2 കാര്യങ്ങളും കൂടിയുണ്ട്, ഞാൻ അകത്ത് കയറുന്ന സമയത്ത് പറഞ്ഞുതരാം. അതേപോലെ റൂഫ് ബാർ 2 ഇതിൽ കാണാനുണ്ട്. നല്ലൊരു പനോരമിക് സൺറൂഫും കൂടി ഈ ഒരു മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലിൽ ക്രോമിൻ്റെ ഫിനിഷിങ് കാണാനുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്ന സമയത്താണ് നമുക്ക് പഴയ കറക്റ്റിൻ്റെ ഓർമ്മ വരുന്നത്. ആ ഒരു സിൽവർ ലൈൻസ് ഉണ്ടല്ലോ മുകളിൽ വരുന്ന പീസ്, അത് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് പഴയ കറക്റ്റിൻ്റെ ഓർമ്മ വരുന്നത്. ഈ ഒരു പീസ് കണ്ട. തൊട്ട് മുകളിൽ റൂഫ് ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഷാർപ്പിൻ ആൻറ്റിനെയും കൂടാണ്ട് ബാക്ക് ബ്രേക്ക് ലൈറ്റോട് കൂടിയിട്ടുള്ളൊരു നല്ല സ്പോയിലറും കൂടി ഈ ഒരു മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ D4 ലൈൻസ് അതേപോലെ തന്നെ ബാക്ക് ക്യാമറ വൈപ്പർ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. D4 ലൈൻസാണ് ഈ കാണുന്നുള്ളത്. നല്ലൊരു വൈപ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇല്ല നമ്മൾ വിട്ട് കൊടുക്കൂല എന്നില്ല ആ ഒരു ട്രെൻഡിങ്ങോട് കൂടിയിട്ട് ആ ഒരു ബാക്ക് ടെയിൽ ലാമ്പ് അതിലൊരു എൽ ഷേപ്പ് പോലെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ റെഡ് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫുള്ളി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ വേടി ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ലോഗോ ഒക്കെ വരുന്നത് ഈ ഒരു ഗ്ലാസ് പീസിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലോണം. അതേപോലെ തന്നെ തൊട്ട് താഴത്ത് നല്ലൊരു സ്കിപ്പ് ലൈറ്റും സെൻട്രലായിട്ടാണ് ബാക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പൊസിഷനാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സെൻസർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബമ്പറിലായിട്ട് താഴത്ത് റിഫ്ലക്ടറും കൂടാണ്ട് ഒരു SX എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണാനുണ്ട്. ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. സെറാമിക്കും കൂടി ചെയ്താണ്ടല്ലോ വേറെ ലെവലായി. ഇനിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെട്രോളിലും ഡീസലിലും ഈ ഒരു മോഡൽ കിട്ടും കേട്ടോ. ഒരുപാട് എൻജിൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോഡലാണ് കറക്റ്റാണ്. നെക്സ്റ്റ് ബൂട്ട് സ്പേസ് എങ്ങനെയാണെന്നതിൽ നോക്കാം. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ എന്തായാലും നല്ല പ്രസ് ചെയ്യുക, ബൂട്ട് ഓപ്പൺ ആക്കുക. 433 ലിറ്റർ ഉണ്ട് കേട്ടോ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ലോങ് ഡ്രൈവൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴത്താണ് സ്റ്റെപ്പിന് വരുന്നുള്ളത്. 1 ഇഞ്ച് സൈസ് കുറച്ചിട്ടാണ് കേട്ടോ സ്റ്റെപ്പിന് ഇട്ടിട്ടുള്ളത്. 16 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. പിന്നെ കൂടാണ്ട് നല്ലൊരു ബോസിൻ്റെ ഒരു സബ് ആവാനാണ് കേട്ടോ സാധ്യത. എനിവേ എന്തായാലും നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അതേപോലെ തന്നെ ഒരു ട്രങ്ക് ലൈറ്റും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള 60/40 ആയിട്ട് നമുക്ക് അതിൻ്റെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ബാക്ക് റിയറത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1500cc 4 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ ഇതിൽ വരുന്നുള്ളത്. 157 bhp പവറും 253 Nm ടോർക്ക് റെഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പെട്രോളും ഡീസലും സാധനം നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ. IVT, AT, MT, DCT, ടർബോ അങ്ങനെ കുറേ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്ന മോഡൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മളെ കയ്യിലുള്ള മോഡലിന് 18 കിലോമീറ്ററോളാണ് കമ്പനി മൈലേജ് പറയുന്നുള്ളത്. ബേസ് മോഡൽ ഈ വേരിയൻറ്റിൽ തന്നെ ഡീസൽ ഉണ്ട്. അടുത്ത നമുക്ക് റിയർ സീറ്റിലത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാണ്. ഏത് സൈഡിൽ ഇൻറ്റീരിയർ നോക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് റിയർ സീറ്റിൻ്റെ ആ ഒരു വിൻഡിലെല്ലാം സൺ ബ്ലൈൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ലെതറിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഡോർ ഹാൻഡിലിന് താഴത്തായിട്ടാണ് കേട്ടോ ആ ഒരു ബോസിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം പൊളിയായിട്ടുണ്ട്, അതൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക് നല്ലോണം. ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ, റിയർ സീറ്റ് കംഫേർട്ടിൻ്റെ കാര്യത്തിലും കമ്പനി നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ കണ്ട, പിന്നെ ആ ഒരു കളർ കോംബോ അതിഗംഭീരം തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു സീറ്റിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഈ പ്രീമിയം എന്നൊരു സാധനമൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിഗംഭീരമായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും അതേപോലെ തന്നെ നല്ല മെറ്റീരിയലുമാണ് കേട്ടോ. നെഞ്ചൊക്കെ വിരിച്ചിട്ട് നമുക്ക് മൂന്നാക്കിയിരിക്കാം. അതേപോലെ സെൻട്രലായിട്ട് നല്ലൊരു ഹാൻഡ് റെസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അതിൽ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, നമ്മളകത്ത് കയറി ഇരുന്നിട്ട് തന്നെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എന്തായാലും കുഴപ്പമില്ല, നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഫ്രണ്ട് ഹാൻഡ് റെസ്റ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ടാണ് കേട്ടോ AC-ൻ്റെ വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ആ ഒരു മുമ്പ് കണ്ടിട്ടുള്ള അതേ സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ താഴത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും 2 C ചാർജിങ് പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും അടിപൊളിയായി. സീറ്റിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടില്ല. പെട്ടെന്ന് റഫ് ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, തുടച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റിയർ സീറ്റിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നില്ല നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഇനി കൂടാതെ നല്ലൊരു വലിയ സൺറൂഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് റൂഫ് ടോപ്പിലത്തെ ആ ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല അടിപൊളി ഒരു സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ബാക്ക് റിയർ സീറ്റിലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ഡോർ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ ആ ഒരു ഡാഷും ഇൻറ്റീരിയറെല്ലാം കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൊതിയായി. എന്തായാലും നമുക്കിത് തീർത്തിട്ട് തന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ, എനിവേ നമുക്കിത് ആ ഒരു പവർ വിൻഡോൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നുള്ളത്. അതിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ലോക്ക് എടുക്കാനുള്ള ഒരു ബട്ടൺ, പിന്നെ നമ്മൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ആ ഒരു നോബ്, ബോസിൻ്റെ നല്ലൊരു സ്പീക്കർ, നല്ലൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ്. ഇനി നമുക്ക് അകത്തേത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഇൻറ്റീരിയർ കേട്ടോ. എനിവേ നമുക്ക് നോക്കാം. ഈ ഒരു സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. സീറ്റിലേക്ക് ആ ഒരു മെറ്റീരിയലൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലക്ഷറി ഫീൽ ചെയ്യാൻ നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൾ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ESPൻ്റെ ഒക്കെ സ്വിച്ചൊക്കെയാണ് കാണുന്നുള്ളത്. പിന്നെ AC-ൻ്റെ ഈ ഒരു വെൻ്റൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എനിവേ നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. അതിനു മുമ്പ് ഒരു സംഭവം കാണിക്കാം കേട്ടോ. ഈ ഒരു സ്പീക്കറിൻ്റെ സ്പേസ് കണ്ടെങ്കിൽ ഇവിടെ വരെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ADAS ഫീച്ചേഴ്സൊക്കെ വരുന്ന മോഡലാണ്. ഒരു മിററിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ADAS ഫീച്ചേഴ്സിൻ്റെ ഇതൊക്കെ സെൻസറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ അകത്ത് കയറിയിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഈ ഒരു പീസൊക്കെ കണ്ടു, ഇതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കട്ടിങ് എല്ലാം അടിപൊളിയാണ്. ഞാനിതൊക്കെ കമ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസും കൂടി നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ കണ്ട കോൾ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനും അതേപോലെ വോളിയം കൂട്ടാനൊക്കെ ഉള്ള സ്വിച്ചാണ്. അതേപോലെ തന്നെ ഇത് ക്രൂയിസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത്. സേഫ്റ്റി സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾ പക്കയാണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ESP, ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു മോഡലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം കേട്ടോ. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ്, അതേപോലെ തന്നെ USB, പിന്നെ നമുക്കൊരു C പോർട്ട്, വയർലെസ് ചാർജർ അവിടെ അതാണ് കാണുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഡ്രൈവ് മോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
കൂടാതെ ഏത് ട്രാക്കിലാണോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതിനുള്ളൊരു 3 മോഡും കൂടി നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവറിൽ നല്ല പ്രീമിയം ടച്ച് തരുന്നുണ്ട്. തൊട്ട് താഴെ തന്നെ ആയിട്ട് പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നുള്ളത്. വെൻറ്റിലേറ്റർ സീറ്റാണ് ഫ്രണ്ട് സീറ്റ് വരുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കൂടാതെ നല്ലൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നല്ലൊരു ഹാൻഡ് റെസ്റ്റും കൂടാണ്ട് അതിനകത്ത് നല്ലൊരു സ്പേസും കാണാനുണ്ട്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ ഇതിനകത്തിരിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു AC വെൻറ്റ് കണ്ട, അതൊക്കെ ഒരു വെറൈറ്റി ആക്കിയിട്ടില്ല ഒരു ഡിസൈനൊക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാണ്ട് ഇതിനകത്ത് നല്ലൊരു കൂൾഡ് സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് നോക്കാം. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി, അലക്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ആവൂട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മിററിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് കേട്ടോ ADAS ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നല്ലൊരു സൺഗ്ലാസ് വെക്കാനുള്ളൊരു സ്പേസ്. ഇതാണ് ഇതിൻ്റെ റൂഫ് ടോപ്പിലത്തെ ലൈറ്റ്. സൺ റൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചാണ് ഈ കാണുന്നുള്ളത്. അത് ഞാൻ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്തൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ. അത് കൂടാണ്ട് ഒരു കാര്യം വിട്ടുപോയിട്ടാ, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ പാഡൽ ഷിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലസ് മൈനസ് ആയിട്ട് നമുക്കിത് പാഡൽ ഷിഫ്റ്റ് വെച്ചിട്ട് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അജാതി ഫീലായിരിക്കും കേട്ടോ അത്. ഇനിവേ നമുക്കത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും TFT ക്ലസ്റ്ററും ഒന്നിച്ച് തന്നെ വെലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. 10 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 8ഓളം സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ഏരിയ കുറച്ചും കൂടി ഒന്ന് പ്രീമിയം ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക്. ഇതിൻ്റെ ചാവി സെറ്റാണ് കേട്ടോ ഈ കാണുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഞാൻ വണ്ടി ഓൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്റർ. ഞാൻ പറഞ്ഞിട്ട് ഏതോ ഒരു വാഹനമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. റോൾസ് റോയ്സിൻ്റെ സ്പീഡോമീറ്റർ ക്ലസ്റ്ററിൻ്റെ ഡിസൈനാണ് ഇട്ടത്. ഈ കാണുന്ന സ്പീഡോമീറ്ററിലും RPM മീറ്ററും ഇല്ലേ, ഏത് സൈഡിലേക്കാണോ ഇൻഡിക്കേറ്റർ ഇടുന്നത് അവിടുത്തെ ക്യാമറ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടത്. സ്റ്റീരിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവിംഗ് ടൈമിൽ നോക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് സാധാരണ നോർമലി സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കാണാനുള്ളത്. ബാക്കി ഇതിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വീഡിയോയിൽ കാര്യമായ രീതിയിൽ ഉൾപ്പെടുത്തി വിട്ടു. അത് കുറേ പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം. ഇനി ജസ്റ്റ് ഒന്ന് സൺറൂഫും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് സൺറൂഫ് വരുന്നത്. പനോരമിക് സൺറൂഫാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റും. വണ്ടി ഷോറൂമിനകത്തായതുകൊണ്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഡസ്റ്റിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല. ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻറ്റീരിയർ സൈഡിലത്തെ കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നത്. ഇനി ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ വരുന്നത് കസ്റ്റമറുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് അവരെ ടെസ്റ്റ് ഡ്രൈവ് ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4330 mm ആണ്. അതേപോലെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത് 1790 mm ആണ്. വീൽ ബേസിൻ്റെ കാര്യത്തിലും കറക്റ്റ് ഒട്ടും പുറകിലല്ല കേട്ടോ. 2610 mm ആണ് വീൽ ബേസ് വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പറയാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിൽ ഡീസൽ അതേപോലെ പെട്രോൾ പിന്നെ കുറേ എൻജിൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രൈസ് കാര്യങ്ങൾക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബേസ് മോഡൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോൾ 11 ലക്ഷം എക്സ്-ഷോറൂം പ്രൈസിലും അതേപോലെ തന്നെ ഡീസൽ വരുന്നത് 12.45 സംതിങ് ആ റേഞ്ചിലുമാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ റോഡ് ടാക്സ് ഇൻഷുറൻസ് നിങ്ങൾ കാണുന്നതായിട്ടുണ്ട്. വളരെ ചെറിയ ഡോക്യുമെൻറ്റ്സിൽ വളരെ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഒരു 2 lakhs ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മിഡിൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാഞ്ഞങ്ങാട് കാസർഗോഡ് നോക്കുന്ന ടീമിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞ് കിട്ടും കേട്ടോ. അതെനിക്ക് തന്ന വാക്കാണ്. അപ്പോൾ എനിവേ എന്തായാലും നിങ്ങൾ ആ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തിടാനും അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും. ഇനി നമ്മളിതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, നമ്മൾ വാഹന സംബന്ധമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കണ്ട. ചില ഏരിയകളിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ കൂടെ നിൽക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.